സ്റ്റാർട്ട്. മഴ തോറും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനെ എടുത്ത് സംസാരിക്കുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട്, അലീന നീ ഇനി ഈ വീട്ടിൽ നിന്ന് പോകരുത്. മുത്തശ്ശി ഇല്ല, ഞാൻ ഇനി ഇവിടെ നിന്ന് പോകില്ല. ഞാനിപ്പോൾ പഴയ അലീനയല്ല, ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മുത്തശ്ശി ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുക്കളയിൽ വന്നപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, നിനക്കെന്താ പോയതിനേക്കാളും ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ, ഇനി അമ്മ എന്ന് മാത്രം വിളിക്കണം എനിക്കും. അതുപോലെ തന്നെ എന്നെ മോളായിട്ട് അംഗീകരിക്കുകയും ചെയ്യണം. അത് ഒരിക്കലും നടക്കില്ല, നിൻ്റെ അത് മോഹമാണ്. കാരണം എന്തെന്നാൽ നീ എങ്ങനെയാണോ ഇവിടെ നിന്ന് പോയത് അതുപോലെ ആയിരിക്കും നീ എനിക്ക്. പക്ഷേ നിനക്ക് മാറ്റം കാണും, എനിക്ക് മാറ്റമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് വൈജയന്തി. അങ്ങനെ രണ്ടുപേരും കൂടെ അടുക്കളയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിനെ നിനക്ക് എങ്ങനെയോ മാറ്റിയെടുക്കാൻ പറ്റി, പക്ഷേ എന്നെ മാറ്റാൻ നീ നോക്കണ്ട എന്നും അലീനയെ എടുത്ത് പറയുന്നുണ്ട് വൈജയന്തി. അങ്ങനെ ബാലചന്ദ്രൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ബാലചന്ദ്രൻ എന്നിട്ട് അലീനയെ വിളിക്കുകയാണ്, അലീന ഇനി വന്നേ. അങ്ങനെ അലീന പോകുമ്പോൾ പറയുന്നുണ്ട്, ഇനി എന്താ സാർ എന്ന് കേൾക്കുന്നുണ്ട്. ഇനി സാറെന്നൊന്നും വിളിക്കുകയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛാന്ന് വിളിക്കാൻ വേണ്ടി. പിന്നെ എന്തിനാണ് നീ സാറേന്ന് വിളിക്കുന്നത്? അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കുറേ ബഹുമതിയേക്കാളും ഏറ്റവും വലിയ ബഹുമതിയാണ് അച്ഛൻ എന്ന ഒരു ഇത് എനിക്ക് അച്ഛൻ തന്നിരിക്കുന്നത് എന്ന് അലീന പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ബാലചന്ദ്രൻ. കാരണം എന്തെന്നാൽ അലീനയായിട്ടുള്ള സ്നേഹം എന്താണ് എന്ന് വൈജയന്തിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താ, മകളാണോ അതോ സ്വന്തം മകളാണോ എന്ന് പോലും വൈജയന്തിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് പലതും ചിന്തിക്കുന്നുണ്ട് വൈജയന്തി. എന്താവും ഈ ഒരു മാറ്റത്തിന് കാരണം? തിരിച്ചു വന്നപ്പോൾ അലീനയും കൂടെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്തിൻ്റെ പുറപ്പാടാണ്? എന്നെ മത്സരിപ്പിക്കുകയാണോ അതോ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബാലചന്ദ്രനുള്ള ഒരു കളിയാണോ? ഒന്നും മനസ്സിലാവുന്നില്ല വൈജയന്തിക്ക്. അങ്ങനെ അലീനയാണെങ്കിൽ ഈ വീട്ടിൽ വന്നപ്പോൾ അനിയത്തിയെ കിട്ടിയതിൻ്റെയും അതുപോലെ തന്നെ അച്ഛനെ കിട്ടിയതിൻ്റെയും അമ്മയെ കിട്ടിയതിൻ്റെയും എല്ലാ സന്തോഷവും അലീനയ്ക്ക് തിരിച്ചുണ്ട്. എന്നാൽ ഓരോന്നും മനസ്സിലാവാത്ത രീതിയിലാണ് മുത്തശ്ശി പെരുമാറുന്നത്. കാരണം മുത്തശ്ശിക്കൊന്നും അറിയില്ല. അതുമാത്രമല്ല, മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് അലീനയാണ് ആ വീട്ടിലെ എല്ലാം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ഇത് കേൾക്കുമ്പോൾ തന്നെ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. എപ്പോഴും പറഞ്ഞെന്നാൽ ഒരു അലീന എന്നുള്ള ശബ്ദം മാത്രമേ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിൽ. എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വൈജയന്തി ചിന്തിക്കുകയാണ്. ഇപ്പോൾ കൃഷ്ണ പറയുകയാണ്, ഇപ്പോൾ അമ്മ വന്നല്ലോ, അമ്മയെ കണ്ടല്ലോ, സന്തോഷമായോ ചേച്ചിക്ക്? ഇനി കൂടുതൽ അമ്മയോട് അടുക്കാൻ ശ്രമിക്കണം എന്ന് കൃഷ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല, അതിനൊരിക്കലും സാധിക്കില്ല അമ്മയ്ക്ക്. കാരണം എന്തെന്നാൽ എന്തോ മനസ്സിൽ എന്നെ ദേഷ്യം അങ്ങ് ഉറച്ചിരിക്കുകയാണ്. ഇനി ആ മനസ്സിൽ എൻ്റെ സ്ഥാനമില്ല, എനിക്കത് സംസാരിച്ചപ്പോൾ മനസ്സിലായി എന്ന് കൃഷ്ണയോട് അലീന പറയുന്നുണ്ട്. ഇല്ല, എല്ലാം മാറും, നമുക്കെല്ലാം മാറ്റിയെടുക്കാം അമ്മേ, നമുക്ക് അംഗീകരിക്കുന്ന ഒരമ്മയായിട്ട് നമുക്ക് തിരിച്ച് കിട്ടും ചേച്ചി എന്ന് കൃഷ്ണ അലീനയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി പറയുകയാണ്, നീയും അച്ഛൻ്റെ കൂട്ടത്ത് കൂടി എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണല്ലേ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ്, എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, എല്ലാം മനസ്സിലാകും അമ്മയ്ക്ക് ഒരു ദിവസം. എന്തോ മനസ്സിൽ വെച്ചിരിക്കുന്നു പറഞ്ഞതുപോലെയാണ് വൈജയന്തിക്ക് തോന്നിയത് കൃഷ്ണ പറഞ്ഞപ്പോൾ. കാരണം എന്തെന്നാൽ കൃഷ്ണയ്ക്ക് എല്ലാ സത്യങ്ങളും അച്ഛൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് എല്ലാം അറിയാം. ആ ഒരു മനസ്സിലത് ആ ഒരു സംഭവം കിടക്കുന്നുണ്ട് കൃഷ്ണയുടെ. അതുകൊണ്ട് തന്നെയാണ് അമ്മയെടുത്ത് ആ പണ്ടത്തെ സ്നേഹം എടുക്കാൻ കൃഷ്ണയ്ക്ക് സാധിക്കുന്നില്ല. കൂടുതൽ സ്നേഹമുള്ളത് അലീനയെടുത്തെയാണ്. അതുപോലെ തന്നെ അച്ഛനും അതുപോലെയാണ് അലീനയെടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങളെ ഒരു കുട്ടിയെപ്പോലെ അംഗീകരിക്കുകയും ചെയ്ത അച്ഛന് ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചി എന്നും കൃഷ്ണ അലീനയെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ, എനിക്കും വളരെ സന്തോഷമായി. കാര്യം എന്തെന്നാൽ ഒരു അച്ഛൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല.
ഇവിടുത്തെ അച്ഛാന്ന് വിളിക്കാൻ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് എന്തോ മനസ്സിലൊരു സന്തോഷമുണ്ട് എന്നും തിരിച്ച് പറയുന്നുണ്ട്.